നമസ്കാരം. ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ ആഗോള നിക്ഷേപ സംഗമം നടക്കുകയാണ് എന്ന് കേട്ടാൽ നമുക്ക് തോന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിക്ഷേപകർ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. അവരെല്ലാം കേരളത്തിൽ നിക്ഷേപിക്കാൻ പോവുകയാണെന്ന് അധ്യക്ഷനായ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത് കേരളം നിക്ഷേപകരുടെ സ്വർഗമാണ്, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സമയം കേരളത്തിൽ വേറെയില്ലെന്നാണ്. മലയാളികളായ മുതലാളിമാരും മറ്റു മുതലാളിമാരുമൊക്കെ അവിടെ നിന്ന് സർക്കാരിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും സർക്കാർ കിടുവാണ്, ഇവിടെ ഒന്നാം തരം നിക്ഷേപമാണ് എന്ന് പറയുന്നു. ശശി തരൂർ അത് പറഞ്ഞപ്പോൾ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കൊണ്ട് അത് പരസ്യമായി പറയിപ്പിച്ചു എന്നത് പിണറായിയുടെ മിടുക്കാണ്. അല്ലെങ്കിൽ തന്നെ പിണറായിയുടെ മിടുക്കിനെ ചില കാര്യങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും കുലുങ്ങാതെ പിണറായി മുമ്പോട്ട് പോകും. ചുറ്റിനും എല്ലാം കത്തിയെരിഞ്ഞാലും പിണറായിയെ അത് ബാധിക്കുകയില്ല. ഞൊടിയിടയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള തന്ത്രം, തൻ്റെ എതിരാളികളെ കൊണ്ടുപോലും തന്നെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കാനുള്ള ബുദ്ധിയൊക്കെ പിണറായിക്കുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം എഴുതിയതും വി ഡി സതീശൻ കൊച്ചിയിൽ പിണറായിയുടെ മുമ്പിൽ പോയിരുന്ന് സ്തുതിച്ചതും. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിന് എതിരാണ് നിങ്ങൾ, കേരള വിരുദ്ധരാണ് നിങ്ങൾ എന്ന് പ്രചരിപ്പിക്കാൻ CPM വിരുദ്ധാണ്. അവരുടെ സൈബർ കൂട്ടങ്ങൾ നടത്തുന്ന ആക്രമണത്തിൽ സാധാരണക്കാർ വീണു പോകുമ്പോൾ ഒറ്റപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് പോലും പിണറായി സ്തുതി നടത്തേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ, ഈ തന്ത്രത്തിൽ പിണറായിയെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ എന്താണ് ഈ നിക്ഷേപ സംഗമം? ഇതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയിൽ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുണ്ട്, കേരളത്തിൽ ബുദ്ധിയുള്ള ആരും നിക്ഷേപിക്കില്ല, അത് ഈ സംഗമത്തിൽ വന്നിരിക്കുന്നവരും നിക്ഷേപിക്കില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി എല്ലാ നിക്ഷേപ സംഗമങ്ങളിലുമുണ്ട്. എന്നാൽ അദ്ദേഹം വ്യവസായത്തിൽ നിക്ഷേപിക്കുന്നത് കേരളത്തിന് പുറത്താണ്. കേരളത്തിൽ അദ്ദേഹം നടത്തുന്നത് കച്ചവടമാണ്. വാസ്തവത്തിൽ വ്യവസായം കേരളത്തിന് പറ്റിയതല്ല. ഇവിടെ കച്ചവടം അല്ലെങ്കിൽ വ്യാപാരമേ നടക്കൂ. ഈ നിക്ഷേപകർ എന്ന പേരിൽ ഇവിടെ വരുന്നവരൊക്കെ വ്യാപാരികളാണ്. ഇവിടുത്തെ വലിയ ഉപഭോഗ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെത്തുന്നു. അതുകൊണ്ടാണ് ചെറിയ ഭാഷയായ മലയാളത്തിൽ ഇത്രയധികം ചാനലുകളുള്ളത്. ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഉപഭോക്താക്കളാണ് കേരളത്തിലുള്ളത്. ഇവിടേക്ക് വിദേശത്തു നിന്നും ഒരുപാട് പണം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യവസായവും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉയർന്നു നിൽക്കും. ആ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവിടെയല്ല കച്ചവടവും നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കച്ചവടമേ നടക്കൂ, വ്യവസായം നടക്കില്ല. ജയശങ്കർ പറഞ്ഞത്, നമ്മൾ ഈ ഹവാന ഉച്ചകോടി അല്ലെങ്കിൽ കാഠ്മണ്ഡു ഉച്ചകോടി എന്ന് കേട്ടിട്ടുണ്ട്. ആ രീതിയിൽ നിക്ഷേപകരുടെ ഒരു ഉച്ചകോടിയാണ്, ഒരു സമ്മിറ്റ് മീറ്റിംഗാണ് ഇവിടെ നടത്തുന്നത് എന്നാണ് പിണറായി സഖാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രധാന കിങ്കരനായ വ്യവസായ മന്ത്രി പി രാജീവിൻ്റെയും നാട്യം അല്ലെങ്കിൽ ഭാവം. പക്ഷേ ഇത് ഉച്ചകോടിയല്ല, ഉച്ചഭ്രാന്താണ് എന്നുള്ളത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി പ്രമേഹ രോഗം കാരണം അരിയാഹാരം കഴിക്കാൻ പറ്റാതെ ഗോതമ്പ് കഴിക്കുന്ന ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ഇനിയുള്ള കാലത്ത് ഒരാൾ ഒരു വ്യവസായം തുടങ്ങുകയില്ല. ബഹുരാഷ്ട്ര കുത്തകളും വരികയില്ല, സ്വദേശ കുത്തകളും വരില്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുത്തകളും വരികയില്ല. കാരണം ഇവിടെ ഇതുപോലൊരു വ്യവസായം തുടങ്ങിയ ആളുകൾ പിറ്റേ ദിവസം സമരം ചെയ്ത് പൂട്ടിക്കും. ഇനി ആര് തന്നെയായാലും ശരിയാണ്, ഇവിടെ വ്യവസായം തുടങ്ങിയാൽ ലാഭകരമല്ല, നടക്കുകയില്ല. എൻ്റെ വീട് ആലുവയിലാണ്. ആലുവ വ്യവസായ മേഖല എന്നാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ആലുവയിലും പരിസരത്തും ഉണ്ടായിരുന്ന എത്ര വ്യവസായശാലകളാണ് പൂട്ടിപ്പോയിട്ടുള്ളത്. നമുക്ക് അല്ലാതെ തന്നെ ധാരാളം പരാധീനതകളുണ്ട്. പിന്നെ ട്രേഡ് യൂണിയനിസത്തിൻ്റെ അതിപ്രസരം ഉള്ളതുകൊണ്ട് തൊഴിലാളി മുതലാളി പ്രശ്നമുണ്ടാവും. ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പിണറായി സഖാവിൻ്റെ സമയമായതുകൊണ്ട് CITUകാർ തൽക്കാലം സമരം ചെയ്യില്ല. ഇനി ഭരണം മാറട്ടെ, പിറ്റേ ദിവസം ഇവർ കൊടിയെടുത്തുകൊണ്ട് രംഗത്തിറങ്ങും. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലാകെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസായം, ഇപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന അപവാദ വ്യവസായമാണ്. അത് മാത്രമേ നടക്കുകയുള്ളൂ. ജയശങ്കർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമാണ്. ഇവിടെ ആരും വ്യവസായം തുടങ്ങുന്നില്ല, തൊഴിൽ സൃഷ്ടിക്കുന്നില്ല. ഇവിടെയുള്ളതെല്ലാം ഉയർന്ന ജീവിത നിലവാരമുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കച്ചവടങ്ങൾ മാത്രമാണ്. അങ്ങനെ നിരന്തരമായി പരിപാടികൾ നടത്തി സാധാരണക്കാർക്ക് പോലും വലിയ സ്ഥാപനങ്ങളിലും മാളുകളിലും പോയി സാധനം വാങ്ങണമെന്ന് തോന്നലുണ്ടാവും. അതുവഴി വാസ്തവത്തിൽ നഷ്ടമാണ് ഈ സമൂഹത്തിന് സംഭവിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ എല്ലാവരും എന്തായാലും വാങ്ങേണ്ടതാണ്. ചെറുകിട കച്ചവടക്കാരിൽ നിന്ന്, മാടക്കടകളിൽ നിന്ന് വാങ്ങേണ്ടവരൊക്കെ മാളിലേക്ക് മാറുന്നുവെന്ന് വ്യത്യാസം മാത്രം. ഈ കടകളെല്ലാം അടച്ചുപൂട്ടി അനേകരുടെ ഉപജീവനം ഇല്ലാതായാണ് ഇത്തരം മാളുകളും വൻകിട കച്ചവട സ്ഥാപനങ്ങളും കൊഴുക്കുന്നത്. ഈ വ്യവസായവും വ്യാപാരവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാതാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ ഇങ്ങനെ പൊക്കി പറയുന്നത്. മാധ്യമങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. ഒന്നാം പേജിൽ എല്ലാവർക്കും പരസ്യം കൊടുത്തിരുന്നു. ലക്ഷങ്ങൾ പരസ്യം ഇപ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല.
ചാനലുകൾക്കും പരസ്യമുണ്ട്. ആ കൂറ് അവർ കാണിക്കുന്നത് മാത്രം. കേരളത്തിൽ ഇതാദ്യമല്ല നിക്ഷേപ സംഗമം നടക്കുന്നത്. ആദ്യം AK ആന്റണിയും PK കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് ജിം എന്ന പേരിൽ ഒരു നിക്ഷേപ സംഗമം കൊണ്ടുവന്നത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന CPM ഇതിനെ കളിയാക്കി വിട്ടു. നിങ്ങൾ വ്യവസായം തുടങ്ങിക്കോളൂ, ഒരൊറ്റ സ്ഥാപനം പോലും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർ കൊടിവെച്ചു. ഒരു സ്ഥാപനവും തുടങ്ങിയില്ല. പിന്നെ എല്ലാ സർക്കാരുകളും മാറി മാറി ഇത്തരം വ്യവസായ നിക്ഷേപ സമ്മേളനങ്ങൾ നടത്തി. പിണറായി വിജയനും നടത്തിയിട്ടുണ്ട്. പക്ഷേ സമ്മേളനങ്ങളിലൊക്കെ ആയിരക്കണക്കിന് കോടിയുടെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നല്ലാതെ ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. സർക്കാർ ഖജനാവിലെ കുറെ പണം ദൂർത്തടിക്കാനും പത്രങ്ങളിൽ പരസ്യം കൊടുക്കാനും സാധാരണ ജനങ്ങളെ പറ്റിക്കാനും വേണ്ടിയുള്ള അഭ്യാസം എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്ന, അത് ആര് നടത്തിയതാണെങ്കിലും, ഓരോ നിക്ഷേപ സംഗമത്തിൻ്റെയും ചരിത്രമെടുത്ത് പരിശോധിക്കുക. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് അവർ ഓരോ സമയവും പറയുന്നത്. ഏതെങ്കിലും ഒരു പുതിയ വ്യവസായം ഇവിടെ വന്നതായി നമുക്കറിയാമോ? അറിയില്ല എന്നതാണ് വാസ്തവം. നിക്ഷേപ സംഗമത്തിന്റെ ആദ്യ ദിനത്തിൽ 1 ലക്ഷം കോടി നിക്ഷേപം എത്തിയെന്നാണ് പ്രഖ്യാപനം. വളരെ വിചിത്രമായ ഒരു സത്യമുണ്ട്. ഈ 1 ലക്ഷം കോടിയിൽ വാക്ക് കൊടുത്തിരിക്കുന്നത് മോദിയും അദ്ദേഹത്തിന്റെ ക്രോണികളുമാണ്. എന്ന് വെച്ചാൽ CPM ശക്തമായി എതിർക്കുന്ന അദാനിയാണ് പറഞ്ഞിരിക്കുന്നത് 30,000 കോടി രൂപ നിക്ഷേപം കൊണ്ടുവരുമെന്ന്. അദാനിയുടെ സീപോർട്ടിനെതിരെ സമരം നടത്തിയവരാണ്. കൂവി തോൽപ്പിക്കാനും കൊടിവെച്ച് തോൽപ്പിക്കാനും ശ്രമിച്ചവരാണ്. ഇന്നും അദാനിയാണ് മോദിയുടെ മുഖം. അദാനിയിലൂടെ മോദി രാജ്യത്തെ കൊള്ളയടിക്കുന്നു എന്ന് ക്ലാസുകൾ എടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ്. ആ അദാനിയാണ് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നു 30,000 കോടി രൂപ നിക്ഷേപം നടത്തുമെന്ന്. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇവിടെ അദാനിയുടെ നിക്ഷേപം വേണ്ട, അദാനി രാജ്യത്തെ കൊള്ളയടിക്കുന്ന മോദിയുടെ കൂട്ടുകാരനാണ്, അദാനിയുടെ മുതലാളിത്തം തുലയണം എന്ന് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർ ഇവിടെ നിക്ഷേപം കൊണ്ടുവരാൻ അദാനിയെ ആശ്രയിക്കേണ്ടി വരുന്നു. CPMകാർ വിചാരിച്ചാൽ മോദിയുടെ മുതലാളിയെ കിട്ടൂ, വേറൊരു മുതലാളിയും കിട്ടില്ല എന്ന വാസ്തവം ഇനിയെങ്കിലും അംഗീകരിക്കുക. അങ്ങനെ 30,000 കോടി മാറ്റിവെക്കാം. ഇനി വരുന്ന 50,000 കോടി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. പിണറായിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 1 ലക്ഷം കോടി നിക്ഷേപത്തിൽ 50,000 കോടി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു കേരളത്തിൽ 50,000 കോടിയുടെ റോഡ് വികസനം വരുന്നെന്ന്. ഈ പറഞ്ഞതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കും. മുമ്പേ ഉൾപ്പെടുത്തിയവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയവയും ഒക്കെയാണ്. എന്തായാലും പിണറായി തൽക്കാലം അത് അംഗീകരിക്കും. കാരണം നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി വന്നതാണ് എന്ന് കണക്കിൽ ചേർക്കണമല്ലോ. കണക്കെഴുതി കബളിപ്പിക്കുന്നതിന് മിടുക്കനായ പിണറായി സർക്കാർ ഈ 50,000 കോടി തൽക്കാലം മോദിയുടെ വകയാണെങ്കിലും കണക്കിൽപ്പെടുത്തുമെന്ന് ഉറപ്പ്. 1 ലക്ഷം കോടി എന്ന് പറഞ്ഞതിൽ 50,000 അതാണ്, 30,000 ഇതാണ്, ബാക്കി 20,000 എവിടെ നിന്ന് ആർക്കും അറിയില്ല. എന്തായാലും അതിനിടയിൽ മറ്റൊരു നിക്ഷേപത്തിന്റെ വാർത്ത നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ്. 850 കോടി രൂപ ആസ്റ്റർ ഗ്രൂപ്പ് ഇവിടെ നിക്ഷേപിക്കുമെന്നാണ് ആസാദ് മൂപ്പൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 850 കോടി രൂപ ആസ്റ്റർ ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നത് ആശുപത്രി വ്യവസായത്തിലാണെന്ന് തീർച്ചയാണ്. ഇവിടെയും ആദ്യത്തെ ചോദ്യം, ആശുപത്രി ഒരു വ്യവസായമാണോ? ആശുപത്രി എന്തുതരം ഉൽപ്പന്നമാണ് ഉണ്ടാക്കുന്നത്? സർജിക്കൽ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ആശുപത്രി ഉപകരണങ്ങളോ നിർമ്മിക്കാനല്ല, നേരെ മറിച്ച് ആശുപത്രികൾ തുടങ്ങാനും രോഗികളെ കൂടുതൽ എത്തിക്കാനുമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഏക വ്യവസായം ആശുപത്രി വ്യവസായമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ ഓരോ നഗരത്തിലും പഞ്ചനക്ഷത്ര ആശുപത്രികൾ മത്സരിച്ച് പൊന്തി വരുന്നു. ഏത് ആശുപത്രിയിൽ ചെന്നാലും നിന്ന് തിരിയാൻ ഇടമില്ല. ഞാൻ തിരുവല്ലയിൽ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. പഞ്ചനക്ഷത്ര ആശുപത്രികൾ അവിടെ 8 or 10 ഉണ്ട്. 3 പഞ്ചനക്ഷത്ര മെഡിക്കൽ കോളേജ് തന്നെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഏത് മുക്കിനും മൂലയിലും ചെന്നാൽ നമുക്ക് പഞ്ചനക്ഷത്ര ആശുപത്രികൾ കാണാം. കൊച്ചിയുടെ കാര്യം പറയുകയേ വേണ്ട. ഏത് ആശുപത്രിയിൽ ചെന്നാലും അവിടെ മുഴുവൻ രോഗികളാണ്. വളരെ ലളിതമാണ് ചോദ്യം. ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളൊക്കെ ഇവിടെ കടന്നു വന്നിട്ട് ഒരു 10, 20, 25 വർഷമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് കേരളത്തിലെല്ലാ രോഗികളും മരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത രീതിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു. നമ്മുടെ ഭക്ഷണം ആകപ്പാടെ മാറിപ്പോയിരിക്കുന്നു. ഭക്ഷണം കഴിച്ച് നമ്മൾ മരിക്കുകയാണ്. വിഷം കലർത്തിയ ഭക്ഷണം മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ് ഉയർന്ന ഭക്ഷണവും നമ്മൾ കഴിക്കുന്നു. കടകളിൽ നിന്ന് വാങ്ങുന്ന ജങ്ക് ഫുഡ് കഴിച്ച് നമ്മൾ രോഗികളാകുന്നു. നമ്മൾ രോഗികളാകുക എന്നതാണ് ഈ ആശുപത്രി വ്യവസായത്തിന്റെ വിജയം. ഒരാൾ രോഗിയായി ആശുപത്രിയിൽ ചെന്നാൽ പിന്നെ അവൻ്റെ ജീവൻ ആശുപത്രിക്കാരുടെ കയ്യിലാണ്. അവർ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി എല്ലാ ടെസ്റ്റും നടത്തും. ഒരു നിസാരമായ രോഗമാണെങ്കിൽ പോലും ടെസ്റ്റ് നടത്തി നമ്മുടെ കയ്യിലെ കാശ് മേടിക്കും. അവരെ കുറ്റം പറയാൻ കഴിയുമോ? ടെസ്റ്റ് നടത്താൻ ചികിത്സിക്കാൻ കഴിയുമോ? എന്നാൽ എന്തിനാണ് എല്ലാ ടെസ്റ്റും നടത്തുന്നത്? പലപ്പോഴും ഇവർ പറയുന്ന ചികിത്സകൾ, ഓപ്പറേഷനുകൾ ആവശ്യമുള്ളതേ ആവില്ല. ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ശമ്പളത്തിനൊപ്പം കമ്മീഷൻ കൊടുക്കുന്നത് കൊണ്ട് ടാർഗറ്റ് ചെയ്ത് ടെസ്റ്റിനും വിടുന്നു, ഓപ്പറേഷൻ നടത്തുന്നു. എന്ന് മാത്രമല്ല, മരുന്ന് കിടവില്ല, അതിന് ഉൽപ്പാദനത്തിന്റെ 10 മടങ്ങാണ്. മരുന്ന് വിൽപ്പനയും വലിയ കച്ചവടമാണ്. ഒരു വശത്ത് ടെസ്റ്റ് കച്ചവടം, മറുവശത്ത് മരുന്ന് കച്ചവടം, വേറൊരു വശത്തെ ഓപ്പറേഷൻ കച്ചവടം.
അങ്ങനെ ആശുപത്രികളിൽ കയറുന്നവരെ മുഴുവൻ കുറഞ്ഞത് 3 ലക്ഷം രൂപയെങ്കിലും പിഴിഞ്ഞെടുക്കുന്ന തരത്തിൽ പഞ്ചനക്ഷത്ര ആശുപത്രികൾ മാറിയതോടെ അവർക്കെല്ലാം നിയമവിരുദ്ധമായി പരസ്യം ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുത്തതോടെ ആശുപത്രി അധികാരികളുടെ വീഴ്ച മൂലം മരണം സംഭവിച്ചാലും IMAയിൽ അംഗമായിരിക്കുന്ന ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്താതെ കുറ്റകൃത്യം തെളിയിക്കാൻ കഴിയാത്ത നിയമ സാഹചര്യം ഉള്ളതുകൊണ്ട് വഴിയെ പോകുന്നവരൊക്കെ ഇപ്പോൾ തുടങ്ങുന്നത് ആശുപത്രിയാണ്. ആശുപത്രിയെ പോലെ ലാഭമുള്ള കച്ചവടമില്ല. ലോകത്തിന്റെ ആശുപത്രി കച്ചവട തലസ്ഥാനമായി കേരളം മാറി. കേരളത്തിന് പുറത്തേക്ക് പോവുക. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതല്ല സ്ഥിതി. ആവശ്യമുള്ളിടത്ത് മാത്രമാണ് ചികിത്സ. രോഗമില്ലാത്തവരെയും ചികിത്സിക്കുന്ന സമ്പ്രദായവും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ രോഗികളായിക്കൊണ്ടിരിക്കുന്നു. മരുന്ന് കഴിക്കുന്നത് വഴിയുണ്ടാവുന്ന രോഗമാവാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചികിത്സ നേരിടുന്നത്. അനാവശ്യമായി മരുന്ന് കഴിക്കുന്നു, ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു, രോഗികളാകുന്നു. എങ്ങനെയെങ്കിലും ആളുകളെ രോഗികളാക്കുക, അവരെ ചികിത്സിക്കുക, അവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം അടിച്ചു മാറ്റുക എന്ന തരത്തിലേക്ക് നമ്മുടെ ആശുപത്രി വ്യവസായം മാറിപ്പോയിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യൻ ജീവൻ ഇവരാണ് രക്ഷിച്ചത് എന്ന് കരുതി മിണ്ടാതെ എല്ലാം സഹിക്കുന്നു. മരണം സംഭവിച്ചാൽ പരാതിപ്പെടാൻ നിയമപരമായ സാഹചര്യമില്ലാത്തതുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു. ഏതെങ്കിലും ആശുപത്രിക്കെതിരെ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ നിയമ സംവിധാനത്തിൽ കുരുക്കി വേട്ടയാടുന്നു. അതുകൊണ്ടാണ് ധൈര്യമായി ആസ്റ്റർ മെഡിസിറ്റി 850 കോടി രൂപ കൂടി നിക്ഷേപിക്കാമെന്ന് പറഞ്ഞത്. ഈ നാട്ടിൽ വളരുന്ന ഒരേ ഒരു കച്ചവടം അത് ആശുപത്രി കച്ചവടമാണ്. അത് കൂടിക്കൊണ്ടേയിരിക്കും. നിക്ഷേപ സംഗമത്തിൽ പ്രഖ്യാപിക്കുന്നതോ അല്ലാതായിക്കോട്ടെ, ആശുപത്രികൾ ഇങ്ങനെ നിക്ഷേപം കൂട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു രക്ഷയുമില്ലാത്ത ലാഭമാണ് ആശുപത്രികൾ ഉണ്ടാക്കുന്നത്. ഈ ആശുപത്രി കച്ചവടം മാത്രമാണ്, ആരെയും കൊല്ലാനുള്ള ലൈസൻസ് മാത്രമാണ് അവസാനം ഈ നിക്ഷേപ സംഗമം കഴിയുമ്പോൾ ഇവിടെ ബാക്കിയാവുക.